ഹായ് ഫ്രണ്ട്സ്, ഹബ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി ബട്ടർ ചിക്കൻ എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന രീതിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി ഒന്ന് കാണുക. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ മോള് ഹബ്സ മോളാണ്. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു ബൗളെടുത്ത് അതിലോട്ട് 2 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലത്. എരിവ് കൂടുതലുള്ള ചില്ലി പൗഡറാണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ചില്ലി ചിക്കൻ പൗഡർ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി. ഇത് ചേർത്തുമ്പോൾ നമുക്ക് ചില്ലി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലി ചിക്കൻ പൗഡർ ചേർത്തുന്നത്. ഇനി നമുക്ക് അതിലോട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. നമുക്ക് ബോൺ ഉള്ളതും ചെറിയ പീസുകളാക്കി നമുക്ക് എടുക്കാം. ഞാനിവിടെ സ്ക്വയറായി കട്ട് ചെയ്ത് ചിക്കൻ ക്യൂബ്സ് ആണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഞാൻ 100 ഗ്രാം ബട്ടർ, അതുപോലെ ഒരു 4 വലിയുള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്, ഒരു പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 10 ചെറിയുള്ളിയും 10 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എരിവ് അധികം വേണ്ട എന്നുള്ളവർക്ക് പച്ചമുളക് ഒഴിവാക്കാം. ഒരു 4 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വരുന്ന പോലെ കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ആദ്യം കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മസാല കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി മസാല തന്നെ നമുക്ക് കിട്ടും. ഞാൻ ബട്ടർ ഒന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫും കൂടെ ചേർത്ത് ആ കാഷ്യൂ നട്ട്സ് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അതിലോട്ട് തന്നെ ഞാൻ ഈ പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ വലിയുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി. അധികം നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും കുക്കറിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ഒന്നൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രമാണ് വഴറ്റുന്നത്. ഇനി നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കുറവാക്കി ചേർത്താൽ മതി. കാരണം ബട്ടർ ചിക്കനിൽ അധികം എരിവ് പാടില്ല. ഒരു ചെറിയ മധുരത്തോടു കൂടിയുള്ള ഒരു ഗ്രേവിയാണ് ഈ ബട്ടർ ചിക്കൻ പറയുന്നത്. അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതായത് ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായി മിക്സാക്കി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ വെള്ളം ചേർത്തുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നിട്ടുണ്ട്. ഞാനത് മാറ്റി ഇനി പാൻ വെക്കുകയാണ്. പാനിലോട്ട് അതേപോലെ ഒരു 2 ടീസ്പൂൺ വരുന്ന പോലെ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ശേഷം
നമുക്ക് ആ ചില്ലി ചിക്കൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ബട്ടറിലാണ് ഞാൻ കംപ്ലീറ്റ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ എല്ലാ ചിക്കനും ആ ബട്ടറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബട്ടർ കുറവാണെങ്കിൽ നമുക്ക് മേലെ കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. നന്നായി രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊന്ന് തുറന്നു നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മളുടെ മസാലകളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിനു ശേഷം മിക്സിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ല തരികളൊന്നും ഇല്ലാതെ ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ആ ചിക്കനിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവിയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്കത് എത്രത്തോളം ലൈറ്റായിട്ട് വേണം അത്രയും നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ നമ്മുടെ ഈ ബട്ടർ ചിക്കൻ പറഞ്ഞാൽ തന്നെ കുറച്ച് കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫൈനലായിട്ട് 2 ഇൻഗ്രീഡിയൻസ് അതിന് ടേസ്റ്റ് മേക്കറായിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇനി ചേർത്താൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ച് ഷുഗറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വരുന്നത് പോലെ നമുക്ക് കസ്തൂരി മേത്തി അതിലോട്ട് പൊടിച്ച് ചേർത്തണം. ഈ 2 സാധനങ്ങളോടുകൂടിയാണ് ഈ നമ്മുടെ ബട്ടർ ചിക്കൻ ഫിനിഷിങ്ങിലോട്ട് എത്തുന്നത്. ആ കസ്തൂരി മേത്തിയുടെ സ്മെല്ലും ഷുഗറിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നമുക്ക് ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുള്ളൂ. ഫൈനലായി നമുക്ക് അത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മേലെ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വെനസ്ഡേ ഇന്ത്യൻ ടൈം 3 PM മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.